കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ച് നിനക്ക് ഐക്യു കുറവാണ്, നീ ഇത് പഠിച്ചേ പറ്റുള്ളൂ, എന്നാലേ നിനക്ക് മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള തരത്തിലുള്ള അതൊരു മോട്ടിവേഷൻ അല്ല. അതാണ് കുട്ടിയെ നശിപ്പിക്കുന്നത്. ഒരു ഐക്യു കൂടുതലുള്ള കുട്ടിയാണോ പഠിക്കുന്ന കുട്ടി? അപ്പൊ അവന് പഠിച്ചെഴുതാൻ ബുദ്ധിയില്ല, അല്ലെങ്കിൽ അവൻ ബുദ്ധി ഉണ്ടായിട്ട് അത് ഉപയോഗിക്കുന്നില്ല. IITs ഫാൻ ഊരി മാറ്റുന്നുണ്ട്, ഫാനിന് കവർ ഇടുകയാണ്. കാരണം കുട്ടികൾ തൂങ്ങി മരിക്കുകയാണ്. ഓരോ ഇയറിലും ഇത്ര കുട്ടികൾ വീതം തൂങ്ങി മരിക്കണം. എന്താ അവിടുത്തെ പ്രശ്നം? ചില കാര്യങ്ങൾ അവർക്ക് സക്സസ് ആവാൻ പറ്റാത്തപ്പം അവർ നേരെ പോയിട്ട് ആത്മഹത്യയാണ്. എന്താ പറയുക, ആൾക്കാർ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നോ വാട്ട് എവർ ഇറ്റ് ഈസ് ഹീസ് കോൾഡ് വിളിക്കുന്ന ഒരാള് എല്ലാ ദിവസവും എഴുന്നേറ്റ് ആ വയസ്സിലും ഓൾമോസ്റ്റ് ഇപ്പൊ എൻ്റെ ഈ വയസ്സ് വരെ ഇത്രയും മണിക്കൂർ നിന്ന് അയാളെ ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് അമേസിങ്. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു പീരീഡ് ശരിക്കും നമ്മൾ എത്രയോ 1-2 മാസമായി കാണും അല്ലേ വീഡിയോ ചെയ്തിട്ട്? കുറെ തിരക്കുകളായി, കുറെ യാത്രകളായി, മിക്സ് ആയിട്ട്. ഇതിനിടയ്ക്ക് ഷോർട്സിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ലൈക്ക് ഇടുന്നവരും കമന്റ് ഇടുന്നവരുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനൊരു വലിയ വീഡിയോ ചെയ്തിട്ട് നമ്മൾ കുറച്ചായി. അപ്പോൾ എന്തായാലും വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പേരന്റിന്റെ ഒരു മെയിൻ കൺസേൺ എന്നുള്ളൊരു ടോപ്പിക്കാണ് അല്ലേ? നമ്മള് പിന്നെ പഠിക്കാത്ത കുട്ടിയെ അങ്ങനെ പേര് പറഞ്ഞിട്ടൊരു പഠിക്കാത്ത കുട്ടിയെ പഠിപ്പിക്കുന്ന കുട്ടിയെ പഠിക്കാത്ത കുട്ടിയെ പഠിക്കുന്ന കുട്ടിയാക്കുന്ന മാജിക്. ഓക്കെ, ഞാനല്ല പേരിട്ടത്, പക്ഷെ ആ വീഡിയോ ചെയ്തത് ഞാനാണ്. അപ്പം അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ആൾക്കാരത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിട്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും എനിക്ക് തന്നെ പിന്നീട് മെസ്സേജുകൾക്ക് ഓവർവെൽംഡ് ആയിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ആകെ വരണ്ടു പോകുന്നത്. 1 lakh above വ്യൂസ് ഒക്കെ പോയൊരു ഇതായിരുന്നു സ്റ്റേറ്റസ്. ഇപ്പം എന്താണെന്ന് അറിയില്ല. പക്ഷെ അവിടെ എന്താ പറയുക, ഒരു കുട്ടി പഠിക്കാത്തൊരു കുട്ടി, അപ്പം പൊതുവിൽ അന്ന് അതിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ച ഒരു ഏരിയ വേറെയാണ്. പക്ഷെ അതിൻ്റെ തന്നെ വേറൊരു ആംഗിൾ ഉണ്ട്. ഇപ്പം ഒരു ഐക്യു കൂടുതലുള്ള കുട്ടിയാണോ പഠിക്കുന്ന കുട്ടി? അല്ലെങ്കിൽ ഐക്യു നന്നായി ഉണ്ടെങ്കിൽ ഒരാളുടെ കുട്ടി പഠിക്കുമോ, സക്സസ്ഫുൾ ആകുമോ? പഠിത്തത്തിൽ സക്സസ്ഫുൾ ആവുമോ? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കണം. ഒരു പഠിത്തത്തിൽ സക്സസ്ഫുൾ ആവുമോ എന്നുള്ള ഒരു ചോദ്യം ആസ് എ പേരൻ്റ് എന്നുള്ള നിലയിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് 4 മക്കളാണ്. യു ഓൾ നോ, മേ ബി അറിയാത്തവർക്കായിട്ടും കൂടെ പറയണം, 4 മക്കളാണ്. 4 പേരും 4 തരം IQ ലെവലുള്ളവരാണ്. അപ്പം അല്ലാതെ എല്ലാവരും ഈക്വലി ഒരേ കാലിബറുള്ള ആളുകളല്ല ഉള്ളത്. ഈവൻ കാലിബർ എന്ന് പറയുന്ന വാക്കുപോലും അവിടെ ഉപയോഗിക്കുന്ന തെറ്റാണ്. IQ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുള്ളത്. അപ്പം അവർക്കിടയിൽ ഏറ്റവും IQ ഉള്ള ആളാണോ ഏറ്റവും നന്നായി പഠിക്കുന്നതെന്നോ, ഏറ്റവും നന്നായി എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എന്നെ പേടിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ IQ ഉള്ള ആളാണ്. അപ്പം എന്താണ് അവരെ ഒരു അക്കാഡമിക് സക്സസിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എല്ലാവരും പറഞ്ഞ് കേൾക്കുന്ന ഒരു ഇതാണ്, കുട്ടിക്ക് ബുദ്ധി വേണം, പഠിച്ചെഴുതാനുള്ള കഴിവ്, അതിനൊരു IQ-ലോട്ടാണല്ലോ എല്ലാവരും കണക്ട് ചെയ്യുക. അപ്പോൾ അവന് പഠിച്ചെഴുതാൻ ബുദ്ധിയില്ല, അല്ലെങ്കിൽ അവൻ ബുദ്ധി ഉണ്ടായിട്ട് അത് ഉപയോഗിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും പേരൻസ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് ആ ഒരു അതിന് എത്രത്തോളം പ്രാധാന്യമാണ് ഉള്ളത്, അത് മാത്രം മതിയോ, അതൊക്കെയാണ്. അമ്മമാര് IQ-നെ ഭയങ്കരമായിട്ട് ആളുകൾ ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സാധനമാണ് IQ എന്ന് പറയുന്നത്. IQ അല്ല. ഇപ്പം നിങ്ങളൊരു കാര്യം ചോദിച്ചു, ഞാൻ ഇപ്പം എൻ്റെ മക്കളെ മാത്ത് പഠിപ്പിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഹോം സ്കൂൾ ചെയ്യാണ്. അപ്പം എല്ലാ മക്കളെയും എന്താ പറയുക, ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ പറയാം, ഒരു 6th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 5th സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ ഫ്രാക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഫ്രാക്ഷൻസ് ആണ് നിങ്ങൾ ഈ 1/2, 3/2 അല്ലെങ്കിൽ എന്താ പറയുക 3/4 എന്നൊക്കെ പറയുന്ന ഫ്രാക്ഷൻ നമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഭയങ്കര ടഫായിട്ട് കുട്ടികൾ ഭയങ്കര ഇതായിട്ട് അങ്ങനെ എന്നൊക്കെ പറയുന്ന ഒരു പൊതുവിൽ ആളുകൾ സംസാരിക്കുന്ന ഒരു സാധനമാണ് ഫ്രാക്ഷൻസ്. ഒന്ന് ആലോചിച്ച് നോക്കിയ പിന്നാണെങ്കിൽ ഒരു കുട്ടി 6ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏത് ലെവലുള്ള IQ ഉള്ള ആൾക്കും പഠിച്ചെടുക്കാവുന്ന സാധനം മാത്രമാണ് ഫ്രാക്ഷൻസ്. ഏത് ലെവലുള്ള IQ ഉള്ള ഒരു കുട്ടിക്കും, അൺലസ് ഒരു എന്താ പറയുക ഒരു മെഡിക്കലി അറ്റൻഷൻ വേണ്ടുന്ന ഒരു കേസല്ലാത്ത എല്ലാ കുട്ടികൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് കുട്ടികൾ ഫെയിലാവുന്ന, ഒരു 6th സ്റ്റാൻഡേർഡിൽ ഫെയിലാവുന്ന, മാക്സിമമായി ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. ഇപ്പം ഫ്രാക്ഷൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഇപ്പം പെർസെൻറ്റേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതിൻ്റെ പിന്നെ വേർഡ് പ്രോബ്ലംസ്, ഇതൊക്കെ വരുമ്പോഴത്തേക്കും കുട്ടികൾ ഭയങ്കരമായിട്ട് ഇതാവുന്നതാണ്. പക്ഷെ നമ്മളൊന്ന് തിരിച്ചു നോക്കിക്കോ, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ,
ഇങ്ങനെയൊക്കെ 6ാം ക്ലാസ്സിലുള്ള ആളുകൾ വളർന്ന് വലുതായി വരുമ്പം പലർക്കും അവർ പഠിക്കാത്ത ഒരാൾ ചങ്ങായി വളർന്നു വന്നിട്ട് ഒരു കച്ചവടക്കാരനാവുന്നു. അയാളെ സംബന്ധിച്ച് പെർസെൻറ്റേജ് എന്ന് പറയുന്ന കണക്ക് അയാൾ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ചിലപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, അയാൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അയാൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ 6ാം ക്ലാസ്സിലെ ഒരു മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും പറ്റുന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എന്താ പറയുക ഭയങ്കര ഒരു PG ലെവലിൽ, UG ലെവലിൽ ഒരു അബ്സ്ട്രാക്ട് മാത്തമാറ്റിക്സ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് 6ാം ക്ലാസ്സിലെ ഒരു മാത്തമാറ്റിക്സ്, അത് എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടാണ് ഞാൻ പറയുന്നത്. അവിടെ IQന് വലിയൊരു ബന്ധം തന്നെയില്ല. ഇപ്പം IQ ഉള്ള കുട്ടിക്ക് അവിടെ ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ പറയുന്ന ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു കോൺസെപ്റ്റ് ആണെന്ന് പറയുന്നു. എളുപ്പമുള്ള കോൺസെപ്റ്റ് അല്ല എന്ന് ഞാൻ പറയുന്നത്. ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു കുട്ടികൾ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാധനമാണ്. അതെ, പക്ഷെ എന്നാൽ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനം. ഒരു പണി എടുത്തു കഴിഞ്ഞാൽ ആർക്കും എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കപ്പെടുന്ന കാര്യമാണ്. പക്ഷെ ബഹുഭൂരിപക്ഷം കുട്ടികളും അത് മനസ്സിലാകാതെ, ഫ്രാക്ഷൻസ് മനസ്സിലാകാതാണ് 10th വരെ എത്തുന്നത്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുട്ടികളുമായിട്ട്, ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതിനും ഭയങ്കര റോളില്ലേ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എന്താണ് 4+4 അടുത്ത് 3/4 എന്നുള്ളത് പലപ്പോഴും ഇപ്പം എന്നെയൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചത്, ഓക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ LCM കാണേണ്ട രീതി ഇങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇതെന്താ പറയുക, ഒരു ഫിക്സഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ മനസ്സിൽ ഇങ്ങനത്തെ സ്റ്റെപ്പ് ഫോളോ ചെയ്താലാണ് ആൻസറിലോട്ട് എത്തുക എന്നുള്ളതാണ്. എന്നാൽ അവിടെ അതിനപ്പുറത്തോട്ട് ഇതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു 3/2 എന്ന് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു ഫ്രാക്ഷൻ 3/2 എന്ന് വരൂലല്ലോ നമ്മൾ നോർമലി പറയുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് അവിടെ 3 ആവണം, ഡിനോമിനേറ്ററെക്കാളും കൂടുതൽ എന്തുകൊണ്ടാണ് ന്യൂമറേറ്റർ ആവുന്നത്, അങ്ങനെ 2 സാധനങ്ങൾ ആഡ് ചെയ്യുന്നെങ്കിൽ എന്താ പറ്റുക എന്നുള്ളത് അവരുടെ ലെവലിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടല്ലേ ആക്ച്വലി ആ ഒരു ഗ്യാപ്പ് ഉള്ളത്. ഈവൻ അത് മാത്രമാണ്. ഇപ്പോൾ ഒരു ടീച്ചർ അത് പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ കുട്ടികൾക്കും ഒരേ രൂപത്തിലുള്ള ഇഫേർട്ട് അല്ല ഇടേണ്ടത് പഠിക്കാൻ. അതെ ഡെഫിനറ്റ്ലി. അപ്പം അതായത് അതിൻ്റെ ഒരു രസകരമായ കാര്യമാണ്, ഇപ്പം ഇത് കേൾക്കുന്ന പല പേരൻസിനും കുട്ടിക്ക് ഭയങ്കര ഇൻ്റലിജൻസ് ആണ്, കുട്ടി പെട്ടെന്ന് ക്വിക്ക് ലേൺ ചെയ്തെടുക്കും, പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് വരുന്നില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് ഇതിൽ മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ടെസ്റ്റ് വരും. ഇത് പേരൻസ് മാത്രമല്ല, ടീച്ചേഴ്സിനെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ക്ലാസ്സിൽ ഭയങ്കര പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുത്ത്, ക്ലാസ്സിൽ ഭയങ്കര ഇൻവോൾവ് ചെയ്ത് പറഞ്ഞ് ടീച്ചറിന് 100 and 200% ഉറപ്പാണ് ഈ കുട്ടി ഇൻ്റലിജൻ്റ് ആണെന്ന്. വൈ ദിസ് കിഡ് കാൺ മേക്ക് ഇൻ ടു ഒരു എക്സാം, കാൺ മേക്ക് ഇൻ ടു എ കോമ്പറ്റേറ്റീവ് എക്സാം ഓർ ആക്ച്വലി സ്കോർ മാർക്ക്? ഇതൊരു വലിയ പ്രഹേളികയായിട്ട് ആൾക്കാർ പറയുന്ന ഒരു സാധനമാണ്. അതേസമയം ക്ലാസ്സിൽ ഭയങ്കര പെർഫോമൻസ് ചെയ്യാത്ത, ഭയങ്കര തിളങ്ങിയൊന്നും നിൽക്കാത്ത, ടപ്പാന്ന് ആൻസർ പറയാത്ത, ഭയങ്കര ഇൻ്റലിജൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ടീച്ചേഴ്സിനെയും സഹപാഠികളെ ഒന്നും അങ്ങനെ ഞെട്ടിക്കാത്ത ഒരു സാധാ കുട്ടി മേ മേക്ക് മോർ മാർക്സ്. എങ്ങനെ അവരെ പലപ്പോഴും ആളുകൾ കളിയാക്കുന്ന കുത്തിയിരുന്ന് പഠിച്ചിട്ട്, പലപ്പോഴും അവൾക്ക് കുത്തിയിരുന്ന് പഠിച്ചിട്ട് അവള് എന്ത് ചെയ്യുന്നു, മാർക്ക് വാങ്ങുന്നു, അവൾ മാർക്ക് വാങ്ങുന്നു. പെൺകുട്ടികളെ ചിലപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, വലിയ ബുദ്ധിയൊന്നും ഇല്ല പക്ഷെ കുത്തിയിരുന്ന് പഠിച്ച് മാർക്ക് വാങ്ങുന്നു. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് തിങ്. നിങ്ങളിപ്പോൾ നോക്കിയാൽ ദർ ഈസ് എ പേഴ്സൺ, ആ റിസർച്ചിന്റെ കോക്സ് എന്നാണെന്ന് തോന്നുന്നത് റിസർച്ചിന്റെ പേര് എനിക്ക് പറഞ്ഞു. എന്താ മൂപ്പർ ചെയ്തതെന്ന് വെച്ചാൽ ലോകത്തിലെ ഹൈ സക്സസ്ഫുൾ ജീനിയസുകളെ ഫുള്ള് മൂപ്പർ ലിസ്റ്റ് ചെയ്തിട്ട് മൂപ്പർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ ബയോഗ്രഫിയും അവരുടെ ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കി അവരുടെ IQ ലെവൽ മൂപ്പർ ഐഡൻറ്റിഫൈ ചെയ്തു. അവരുടെ ബയോഗ്രഫിയും മെമ്മോയേഴ്സും അവരെ പറ്റി ബാക്കിയുള്ളവർ പറഞ്ഞ കാര്യങ്ങളും അവരുടെ ചൈൽഡ്ഹുഡുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും ഒക്കെ കളക്ട് ചെയ്തിട്ട് ഇവർ IQ ലെവലിൻ്റെ ഏകദേശ റേഞ്ച് മൂപ്പർ ഓരോ ആളുകളുടെയും കണ്ടുപിടിച്ചു. അപ്പം നെപ്പോളിയൻ ബോണപ്പാർട്ടൊക്കെയാണ് ടോപ്പ് 10 ആളുകളിൽ ഒരാൾ നെപ്പോളിയൻ ബോണപ്പാർട്ട്. പിന്നെ പല പല അങ്ങനത്തെ വലിയ വലിയ ആൾക്കാർ ഹിസ്റ്റോറിക് ഫിഗേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തു, ജീനിയസസുകളായിട്ടുള്ള. ദ സർപ്രൈസിങ് ഫാക്ടർ ദർ എന്ന് പറയുന്നത് ടോപ്പ് 10 നല്ലൊരു പെർസെൻറ്റേജ് ആൾക്കാർ ഹൈ IQ ആൾക്കാരല്ല. നമ്മൾ ഈ ജീനിയസ് എന്ന് ഒരാളെ വിളിക്കുന്ന പേര് തന്നെ അബദ്ധമാണ്. കാരണം എന്താ പറയുക, ജീനിയസ് എന്ന് പറയുമ്പോൾ എന്തോ ജനിച്ചപ്പം അങ്ങനെ ഉണ്ടായി വന്നെന്നാണ്
ആൾക്കാർ വിചാരിക്കുന്ന ഒരു സാധനം. ഈ ജീനിയസ് എന്ന് പറയുമ്പം ഓർമ്മ വരുന്ന നല്ല നല്ല 2 എക്സാമ്പിൾസ് ആണ് സച്ചിൻ ടെണ്ടുൽക്കറും വിനോദ് കാംബ്ലിയുടെയും എക്സാമ്പിൾസ് അല്ലേ. അപ്പോൾ ഒരു കഴിവ് കൊണ്ടും കഴിവ് കൊണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ ഏറ്റവും സ്ട്രോങ് പ്ലേയേഴ്സ് ആയിരുന്നു. ഇപ്പോഴത്തെ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഒരു കഴിവൊക്കെ കൊണ്ട് നോക്കുകയാണെങ്കിൽ വിനോദ് കാംബ്ലി നല്ല സച്ചിനെക്കാളും മുന്നിൽ നിന്നിരുന്ന ഒരാളാണ്. പക്ഷെ എന്നാൽ നമ്മളിപ്പം അദ്ദേഹത്തിന് ബോൺ ജീനിയസ് എന്ന് പറഞ്ഞിരുന്നത് സച്ചിനെ അല്ല മറ്റേ ആളാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കരിയറിൽ ഒരുപാട് മുന്നോട്ട് വന്ന ആള് നോക്കുമ്പോൾ സച്ചിനാണ്. അപ്പൊ എന്താണ് മേ ബി മറ്റേ ആളുടെ പേര് തന്നെ പുതിയൊരു ജനറേഷൻ അറിയത്തോലും ഉണ്ടാവില്ല. അപ്പൊ എന്താണ് അവിടെ ഒരു വ്യത്യാസം എങ്ങനെയാ വന്നത്? അത് എന്താ ഒരു സ്ഥിരമായുള്ളൊരു ഡിസിപ്ലിനിന്റെ പാർട്ടായിട്ട് എത്രത്തോളം? ഐ തിങ്ക് ഐ റെഡ് സംവെയർ ഈ സച്ചിൻ റിട്ടയർ ചെയ്യുന്ന ദിവസം പോലും ഹി വെന്റ് ഇൻ ടു പ്രാക്ടീസ് ഫോർ ദിസ് മെനി അവേഴ്സ്. ദാറ്റ് ഗൈ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടും ഈ എല്ലാ ദിവസവും ഹി ഗോ ടു ദാറ്റ് നെറ്റ്സ് പ്രാക്ടീസ് ഓൾ ഈച്ച് ബോൾ. അത് ചെയ്തിട്ടാണ് ഹി ആക്ച്വലി റീച്ച് ദാറ്റ് ലെവൽ. അപ്പൊ അവിടെ ഈ പിന്നെ മറ്റേ ആളെ ഒരു ബോൺ ജീനിയസ് എന്ന് എല്ലാവരും വിളിച്ചിരുന്നത്. ബട്ട് things turned out to ആർക്കാണ് എങ്ങനെയാണ് സക്സസ് ഉണ്ടായത് എന്നുള്ളത് അവിടെ ആ ഒരു എലമെന്റ് മാത്രമല്ല, ഇഫേർട്ടാണ്. അവിടെയാണ് നമ്മൾ ആ ക്ലാസ് റൂമിൽ ഇരുന്ന് ക്ലാസ്സിൽ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ആ ഒരു ഇൻ്റലിജൻസ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ അതങ്ങനെ ആണെന്ന് പറയാത്തൊരു കുട്ടി വളരെ അണ്ടർ റേറ്റഡ്, സ്കൂൾസിലൊക്കെ ഭയങ്കര അണ്ടർ റേറ്റഡ് സാധനമാണ് ഒരു കുട്ടി പോയിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് എന്താ പറയുക മാർക്ക് വാങ്ങുന്നത്. അതായത് അത് പഠിക്കാതെ ഇങ്ങനെ നടന്നിട്ട് മാർക്ക് വാങ്ങുന്ന ആൾക്കാരെയാണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഇല്ല എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ സ്കൂൾസിൽ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ സെലിബ്രേറ്റ് ആവുക. പക്ഷെ പേരൻസിനെ സംബന്ധിച്ച് അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുട്ടി ഇരുന്ന് പഠിക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ അത് നോക്കുകയാണെങ്കിൽ പലർക്കും അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കേണ്ട കാരണം വേണ്ടി വരില്ല. ഇപ്പം നമ്മൾ ആലോചിക്കുക നമ്മൾ എത്രത്തോളം ഇരുന്ന് ഇഫേർട്ട് ഇട്ട് പഠിച്ചു എന്നുള്ളതാണ് പലപ്പോഴും പേരൻസിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ട് അവൻ ഇരിക്കുന്നില്ല എന്നുള്ളതായിരിക്കും ഇവർ കാണുന്നത്. പക്ഷെ ആ കുട്ടിക്ക് വേണ്ടുന്നത്ര ഇഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. മനസ്സിലായി? അതും ഒരു ഫാക്ടറാണ്. അറ്റ് ദ സെയിം ടൈം മറ്റടുത്ത് നമ്മൾ വി ഷുഡൻ ബി ജസ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ടാലന്റ്, അല്ലെങ്കിൽ എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളത് മാത്രമല്ല. ഞാൻ പറഞ്ഞില്ല പറയാ, എനിക്കിപ്പോൾ നമ്മുടെ കൂട്ടത്തില് ഞങ്ങളുടെ കുട്ടികളിൽ ഒരാൾക്ക് എന്താ പറയുക പിന്നെ വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ കുട്ടികളിൽ ഏറ്റവും ഇൻ്റലിജൻസ് ഉള്ള ഒരാളെന്ന് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്. അയാളിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത്. അതായത് അപ്പം നിങ്ങളുടെ നോർമൽ ഭാഷ്യത്തിൽ നോർമൽ ലോകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഐക്യം ഉണ്ട് എന്ന് ഉള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയിൽ എന്താ പറയുക കൂടുതൽ ഹോപ്പുള്ളതെന്നാണ് പറയാം. അങ്ങനത്തെ ഒരു ഡിഫറൻസ് എന്തുകൊണ്ടാണ് ആ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യു ഉണ്ടാകുമ്പം ചെറിയതിൽ നല്ല ഐക്യം ഉണ്ടാകുമ്പം they will solve problems, they will do things easily. അത് എഫേർട്ട് അവർക്ക് ഇടണ്ട. അപ്പം നമ്മളുടെ ഒരു നോർമൽ സ്കൂൾ സെറ്റപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇയർ കഴിയണം അടുത്ത ഹാർഡ് തിങ് കിട്ടാൻ. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി കുറച്ച് പണിയെടുത്താൽ മതി, നല്ലതായിട്ട് കിട്ടും, നല്ല അഭിനന്ദനങ്ങൾ കിട്ടും, എല്ലാം കിട്ടും. സോ ഹീ ഈസ് ഇന്റേണലൈസിങ് എ ടെക്നിക് വേർ they get used to അത് ഓവർ റിലേ ഓൺ ഇൻ്റലിജൻസ്. അതായത് ഇൻ്റലിജൻസിൻ്റെ മുകളിൽ ഓവർ റിലേഡ് ആവും. അപ്പോൾ ആൾക്ക് കഴിവുണ്ട്, അത് വെച്ചിട്ട് ആൾ ഇത് വാങ്ങുന്നുണ്ട്. അതേസമയം with a kid with a normal intelligence, normal IQ, take an effort every day into an effort. ആ എഫേർട്ട് എടുക്കുന്നത് അവരെന്ത് ചെയ്യാണ്? അത് അവർക്കൊരു ശീലമായി, അതൊരു ഹാബിറ്റായി മാറുകയാണ്. സോ ദിസ് കിഡ് വെൻ ആക്ച്വലി റീച്ചസ് എ ലെവൽ, അപ്പം വെൻ പ്രോബ്ലംസ് ഗെറ്റ് ടഫർ ആൻഡ് ടഫർ, അതായത് നമ്മൾ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ടഫർ ആൻഡ് ടഫർ വരുമ്പോൾ ഇൻ്റലിജൻസ് മാത്രം ആ കുട്ടീനെ കൊണ്ടുപോകില്ല. ചില പേരൻസ് പറയല്ലോ കുട്ടിക്കാലത്ത് എൻ്റെ മോൻ ഭയങ്കര മാർക്ക് വാങ്ങിച്ചത് പിന്നീട് പോയി എന്നുള്ളത്. വൺ ഓഫ് ദ റീസൺ, ഞാൻ എല്ലാ റീസൺ ഇതാണെന്നല്ല പറയണത്, നിങ്ങൾ ഇതിനെ ഒരു ജനറലൈസ് ചെയ്തിട്ട് പറയരുത്. വൺ ഓഫ് ദ റീസൺ ഈസ് ആക്ച്വലി ദിസ് തിങ്. അപ്പം ഞാൻ വാട്ട് ഐ മേക്ക് ആക്ച്വലി രണ്ടാൾക്കാരുടെ കാര്യത്തിൽ ഞാൻ പറയാം. ഈ ഇൻ്റലിജൻസ് കൂടിയ കുട്ടി എന്ന് പറഞ്ഞ കുട്ടിയെ വി ഗീവ് ദറ്റ് പേഴ്സൺ മോർ കൂടുതൽ കട്ടിയുള്ള പ്രോബ്ലംസ്, കൂടുതൽ ടഫറായിട്ടുള്ള സാധനങ്ങൾ. അത് ആളുടെ ഏജിനനുസരിച്ചല്ലാതെ തന്നെ കൊടുക്കും. ഇപ്പോൾ നമുക്ക് ഹോം സ്കൂളിംഗ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഒരു ലെവലിനനുസരിച്ച് അവർ അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ കൊടുക്കുക എന്നുള്ളത്. ഇനി ഒരു സ്കൂൾ ഗോയിങ് കുട്ടിയാണെങ്കിൽ അത് പോസിബിൾ ആണ്. ഇപ്പോൾ നോർമൽ റെഗുലർ സ്റ്റഡീസ് അല്ലാതെ വേറെ എന്താണ് അവർക്ക് ചലഞ്ചിങ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക, മാത്തിലാണെങ്കിലും സയൻസിലാണെങ്കിലും എന്നുള്ളത് നോക്കി നമുക്ക് ആ ഒരു എക്സ്ട്രാ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ
അവരുടെ എഫേർട്ട് അതായത് ദേ ഷുഡ് ആക്ച്വലി അപ്പോൾ ഉള്ളൊരു പോളിസി എന്ന് വെച്ചാൽ ഒരു പേരന്റ് ഇപ്പം നമ്മൾ അടുത്ത എക്സാമ്പിളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കി ഞങ്ങൾക്ക് പറഞ്ഞല്ലോ ഒരു കുറച്ച് അത്ര ഭയങ്കര നിങ്ങൾ ഈ കാണുന്ന പോലെ ഭയങ്കര ജീനിയസ് ഇൻ്റലിജൻ്റ് അല്ലാത്ത കുട്ടി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കുട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ കുട്ടികളെ പറ്റി തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം ഞങ്ങളുടെ കുട്ടി തന്നെയാണ്. അപ്പം പിന്നെ പേര് പറയേണ്ടാത്തത് അങ്ങനത്തെ ഒരു ഇത് വേണ്ട. കേൾക്കുന്നവർക്ക് ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയില്ലായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവരെ പറ്റി ഉണ്ട് എന്ന് അറിയില്ല. മൂത്ത ആൾക്കൊക്കെ ചെറിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നമ്മൾ പക്ഷെ അങ്ങനെ എവിടെങ്കിലും പറഞ്ഞല്ല, ആളും ഒരു വലിയ ആളായി വരികയാണല്ലോ. അപ്പം ആ സെൻസ് കിട്ടും. 15 he knows, അതായത് ആർക്ക് എത്ര പഠിച്ചാലാണ് ഒരു നമ്മുടെ സിബ്ലിങ്സിന് മനസ്സിലാവുക എന്നൊക്കെ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയത്. അതല്ലാതെ നമ്മളിൽ നിന്ന് ഇന്നൊരു കുട്ടീനെ കാറ്റഗറൈസ് ചെയ്യാൻ ഇവർ ആരും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ച് നിനക്ക് ഐക്യു കുറവാണ്, നീ ഇത് പഠിച്ചേ പറ്റുള്ളൂ, എന്നാലേ നിനക്ക് മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള തരത്തിലുള്ള അതൊരു മോട്ടിവേഷൻ അല്ല. അതാണ് കുട്ടിയെ നശിപ്പിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ്, ഞാൻ അതും കൂടെ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അത്ര ഭയങ്കര സംഭവം ഐക്യു അല്ലാത്ത ഒരു കുട്ടി, ഞങ്ങളുടെ ഒരു കുട്ടി, ആ ആള് ഒരു എന്താ പറയുന്ന 3 മാസം കൊണ്ടോ 4 മാസം കൊണ്ടോ ഒരു ഇയറൊക്കെ തീർത്തത്. ഇപ്പം ലാസ്റ്റ് ഡേ ഞങ്ങൾ ഇരുന്നിട്ട് ഒരു ടഫ് മാത്ത് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇറ്റ് വാസ് ഫൺ എന്നായിരുന്നു മറുപടി. ഇറ്റ് വാസ് ഫൺ. ഒരു ടഫ് മാത്ത്, എനിക്ക് ടഫായിട്ടുള്ളൊരു മാത്ത്, എനിക്ക് തന്നെ കുറച്ച് നോക്കേണ്ടി വന്നൊരു മാത്ത് പ്രോബ്ലം ഞങ്ങൾ ആൾ ചെയ്തിട്ട് ഞാൻ എൻ്റെ സൊല്യൂഷൻ ഒക്കെ കറക്റ്റ് ആണെന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഹൗ വാസ് ദിസ് പ്രോബ്ലം? ഇറ്റ് വാസ് ഫൺ ഡൂയിങ് ദാറ്റ് പ്രോബ്ലം. ശരിക്കും നമ്മുടെ കുട്ടികൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗെയിം കളിക്കുന്നതിൽ അവർക്ക് അവിടെ ഒരു ചലഞ്ചിനെ ഫേസ് ചെയ്യുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടാവും അവിടെ. അതുപോലെ ഇപ്പോൾ പുറത്ത് പോയി കളിക്കുന്നതാണെങ്കിലും സ്ക്രീൻസിലാണെങ്കിലും ഒക്കെ ആ ഒരു ചലഞ്ചിനെ നേരിടുക എന്നുള്ളത് കുട്ടികൾക്കുള്ളൊരു സ്വഭാവമാണ്. പക്ഷെ അത് സ്റ്റഡീസിലേക്ക് വരുമ്പം പലയിടത്തും ശരിക്കും പറഞ്ഞാൽ നമ്മളായിട്ടായിരിക്കും അത് ചിലപ്പോൾ നശിപ്പിച്ച് കൊണ്ടുപോവുക. അതും ഈ പറഞ്ഞ പോലെ ഇപ്പം ഞങ്ങളിത് ഇരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാനോ എന്നാലേ നീ ശരിയാവുള്ളൂ എന്ന് പറയാനോ, അതാ എക്സ്ട്രാ ആഫ്റ്റർ സ്കൂൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്നാലേ നീ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഫോഴ്സ് ചെയ്ത് ജയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ചലഞ്ച് അച്ചീവ് ചെയ്യുന്നൊരു ഫീല് അവിടെ മിസ്സാവും. അതൊരു ബേർഡനായിട്ട് വരും. ഒരു ബേർഡനായിട്ട് വരുന്നതോടുകൂടി അവരതിനെ വെറുത്ത് ബാക്കിലോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഹൗ വി അപ്രോച്ച് ഇറ്റ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക ഞങ്ങൾ എന്ത് പറയുമ്പോഴും. അത് ഇയാളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ ഫ്രാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ 6th സ്റ്റാൻഡേർഡ് ഫ്രാക്ഷൻസ് ഒക്കെ, ആള് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ആള് കഷ്ടപ്പെട്ട സമയത്ത് ആള് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ആൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആള് ഡിഫിക്കൽട്ടി അനുഭവിക്കുന്നുണ്ട്. അപ്പം ആൾക്ക് എന്താ നമ്മൾ കൊടുക്കേണ്ടത്? വീണ്ടും എല്ലാ ദിവസവും പോയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള, എല്ലാ ദിവസവും പോയി പണിയെടുക്കാനുള്ള എനർജിയാണ് കൊടുക്കേണ്ടത്. അപ്പം എല്ലാ ദിവസവും ആൾക്ക് ഫെയിലിയർ പറ്റുകയാണ്, ആൾ ഫെയിലാവുകയാണ്. ആ ഫെയിലാവുമ്പം അടുത്ത ദിവസവും പോയിട്ട് അത് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാൻ അയാൾക്ക് എനർജി കിട്ടണമെങ്കിൽ ആ ഫെയിലിയറിനെ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഞങ്ങൾ കൺസിഡർ ചെയ്തത്, അവർ ഒരു പ്രോബ്ലം തെറ്റിച്ചാൽ ഞങ്ങൾ ആക്ച്വലി ആഘോഷിക്കലുണ്ട്. ഇത് അടിപൊളി. അതെ, നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ആൻഡ് ഫെയിലിയേഴ്സ് എന്നുള്ളതും അവിടെ സെലിബ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് ശരിക്കും അത് എൻ്റെ ഒരു പ്രശ്നമല്ല, ഞാൻ സോൾവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അത് അയക്കാൻ എന്നുള്ളൊരു മെൻറ്റാലിറ്റി കുട്ടികൾക്ക് വരിക. റസീദ് പറഞ്ഞപ്പോഴാണ് ഈ സെയിം ആളെ ഞാൻ 4th സ്റ്റാൻഡേർഡിൽ ഡെസിമൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സമയത്ത്, അപ്പോൾ ചെറിയ രീതിയിൽ ഫ്രാക്ഷൻസ് ഒക്കെ അതിന് മുന്നേ ഉണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഡെസിമൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ കോൺസെപ്റ്റ് വരുമ്പോൾ ഒക്കെ കുറച്ച് ഒരു വോളാണ് അത് അച്ചീവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിഷ്യൽ സെഷൻസ് എന്ന് പറയുന്നത് ഇനിഷ്യൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ആ ഒരു പീരീഡിലെന്ന് വെച്ചാൽ ഹൈലി ഡീമോട്ടിവേറ്റഡ് ആവും, ഇതെനിക്ക് പറ്റാത്തൊരു കാര്യമാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ആളെ കൊണ്ട് ചെയ്യിച്ചിരുന്നത്, മുന്നേ ഇതുപോലെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ടൈം ഒരു കാര്യം പുതിയൊരു ടോപ്പിക് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ആൾ ഫേസ് ചെയ്തിരുന്ന ഡിഫിക്കൽട്ടിയും, എന്നാൽ അത് എൻഡ് ചെയ്തപ്പോൾ ആൾ എത്രത്തോളം ഈസിലിയാണ് ആ ഒരിത് നടത്തിയിരുന്നത് എന്നുള്ളതും ആളുടെ സ്ട്രെങ്തിനെ തന്നെ ഓർമ്മിപ്പിച്ചായിരുന്നു ആ സ്ട്രൈവിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പുരാണത്തിലൊക്കെ കഥയുണ്ടല്ലോ, ഇത് തന്നെ എന്താ പറയാ, ഹനുമാന്റെ ശക്തി ഓർമ്മിച്ചു എന്ന് പറയുന്ന പോലെ നീ എന്തിയാണ് ഇങ്ങനെ. അതെ, അവരുടെ സ്ട്രെങ്ത്തിലേക്ക് നോക്കാനും എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലോ. അതായത് നമ്മൾ പുതുതായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഹാർഡ്. ഇറ്റ് ഈസ് എ സെയിം ഫോർ ഓൾമോസ്റ്റ് എവ്രി വൺ. പക്ഷേ ആൾക്കാരെ വ്യത്യാസപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ വ്യത്യാസപ്പെടുത്തുന്നത് ആം ഐ ട്രൈയിങ് ഓർ നോട്ട് എന്നുള്ളൊരു ഫാക്ടർ ആയിരിക്കും
ഇവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും പേരൻസ് കില്ല് ചെയ്യുന്നതും രണ്ടാമത് അവർക്ക് പോയി അറ്റൻഡ് ചെയ്യാനുള്ള ആവേശമില്ലായ്മയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പരീക്ഷ എൻ്റെ അപ്രോച്ച് തന്നെ അവരുടെ അടുക്കലേക്ക് ഇങ്ങനെ ആയപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് കിട്ടി തുടങ്ങിയത്. അതായത് ഇന്ന് എത്ര പ്രോബ്ലം തെറ്റിച്ചു എന്നാ ചോദിക്കുക. എത്ര പ്രോബ്ലം എനിക്ക് പ്രോബ്ലം തെറ്റിച്ചു ഞാൻ ഞാൻ ഐ സീ ഇറ്റ് ആക്ച്വലി. അവർ പ്രോബ്ലം തെറ്റിച്ച അത് ഒരിക്കൽ പോലും നമ്മളതൊരു മുഖം കറുപ്പിക്കാതെ ഇരുന്നാലാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക. അടുത്ത ദിവസം വീണ്ടും അങ്ങോട്ട് പോയിട്ട് അതിനെ ബീറ്റ് ചെയ്യാനുള്ള സാധനം കിട്ടുക. അപ്പം അവിടെ കുട്ടികൾക്ക് ശരിക്കും വേണ്ടുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസിവേറൻസ് ആണ്. വീണ്ടും 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 കണ്ടിന്യൂ ചെയ്തൊരു കുട്ടി പോകുക എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ സക്സസ് എന്ന് പറയുന്നത്. കുട്ടിയെ സംബന്ധിച്ചും വലിയ ആൾക്കാരെ സംബന്ധിച്ചും എല്ലാവരെയും സംബന്ധിച്ചും ഏറ്റവും ശരിക്കും അത് ഇല്ലാതിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഭയങ്കര കംഫർട്ട് സോണിൽ പഠിച്ചൊക്കെ വന്നിട്ട് നമ്മളിപ്പോൾ ഒരു പുതുതായിട്ട് ഒരിടത്ത് ജോലിക്ക് കയറുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. അവിടെ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി വാട്ട് ദേ സ്റ്റഡീഡ് ഓർ സംതിങ് അല്ലേ. ഒരു വർക്ക് പ്ലേസിലോട്ട് കയറുമ്പോൾ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. പുതിയ കാര്യങ്ങൾ പല സ്കിൽസും പഠിച്ചെടുക്കേണ്ടി വരും. നമ്മൾ ഒരു കാര്യം തിയറി പഠിച്ച് നമ്മൾ എഴുതി വെക്കുന്ന പോലല്ല ഒരു പ്രാക്ടിക്കൽ സൈഡിൽ വരുമ്പോൾ അവിടെ പല രീതിയിൽ നമ്മളെ തന്നെ പുഷ് ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഭയങ്കര ഒരു ഈസി ഗോയിങ് ആയിട്ട് ചെയ്ത് വന്ന ആൾക്കാരൊക്കെ ഫെയിൽ ആവുന്ന ഒരു ഏരിയ ആണ് ഒരു ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത്. അവിടേക്ക് കയറുമ്പോൾ അവരിൽ നിന്ന് വരുന്ന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കുറേ ഹയർ ആയിരിക്കും. ഈവൻ സൂയിസൈഡ്സ്, അതായത് പ്രത്യേകിച്ചും ഇപ്പം ഒരു IIMC എന്നൊക്കെ കഴിഞ്ഞ് IIT IIMC എന്നൊക്കെ കഴിഞ്ഞ് ഒരു കമ്പനിയിലെത്തി സക്സസ്ഫുൾ ആയില്ല, സൂയിസൈഡ്. ഈവൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നാണെങ്കിൽ IITസിൽ ഫാൻ ഊരി മാറ്റുന്നുണ്ട്. എസ്പെഷ്യലി IIT ഖരഗ്പൂർ. ഇപ്പം നമ്മൾ IAC എക്സാമ്പിൾ. എന്താ കാര്യം, ഫാൻ ഊരി മാറ്റുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ട് ഫാനിന് കവർ ഇടുകയാണ്. ഫാനിന് കവർ ഇടുന്ന എന്തിനാണ് പ്രോബ്ലം അഡ്രസ് ചെയ്തത്. ഫാനിന് കവർ ഇട്ട്, കാരണം അവർക്ക് പെട്ടെന്ന് വേറെ എന്താ അഡ്രസ് ചെയ്യാൻ പറ്റുക. കാരണം കുട്ടികൾ തൂങ്ങി മരിക്കുകയാണ്. ഓരോ ഇയറിലും ഇത്ര കുട്ടികൾ വീതം തൂങ്ങി മരിക്കുകയാണ്. എന്താ അവിടുത്തെ പ്രശ്നം? ഇവർ ഇൻ്റലിജൻ്റ് അല്ല. നമ്മളൊന്ന് ആലോചിക്കും, ഇന്ത്യയിലൊരു JEE എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആണ്. ഐ ഹാവ് മെനി ഫ്രണ്ട്സ് ഹു ക്രാക്ട് JEE. അവർ ഇൻ്റലിജൻ്റ് ആണെന്ന് മാത്രമല്ല, ദേ നീഡ് ടു ആക്ച്വലി പുട്ട് ഇൻ ഇഫേർട്സ് ആഫ്റ്റർ ഇഫേർട്സ് ഇട്ടിട്ടാണ് അവരവിടെ എത്തിയത്. എന്നിട്ട് എന്തുകൊണ്ട് അവർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദെൻ ഡേ മീറ്റ് എ ഫെയിലിയർ വെൻ ഡേ കുഡിന്റ് അച്ചീവ്. ചില കാര്യങ്ങൾ അവർക്ക് സക്സസ് ആവാൻ പറ്റാത്തപ്പം അവർ നേരെ പോയിട്ട് ആത്മഹത്യയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഫെയിലുവർ എന്താവുന്നില്ല, അടുത്ത ദിവസം വീണ്ടും ചെന്ന് എടുക്കുക. അത് കൂടുതലും അങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ ഇൻ്റലിജൻറ്റ് കുട്ടികൾ വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് ഒരിടത്ത് എത്തുമ്പം അവർക്ക് ഫെയിലുവേഴ്സ് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. സോ നമ്മൾ ഈ പഠിത്തത്തിനൊക്കെ അപ്പുറം ലൈഫിൽ ഫെയിലുവേഴ്സിനെ പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡിൽ കാണാനുള്ളൊരു മൈൻഡ് സെറ്റ്. എന്താ പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല, ഫെയിലായാലും സക്സസ് ആയാലും പ്രശ്നമില്ല എന്നുള്ളതല്ല. ഇന്ന് ഞാൻ ഫെയിലായാൽ നാളെ ആ സക്സസ് ആവും. ഐ വിൽ ഗോ ടുമാറോ. നാളെ ഞാൻ പോയിട്ട് എന്ത് ചെയ്യും, പണിയെടുത്ത് അവിടെ എത്തിക്കും. ഹാർഡ് വർക്ക് ചെയ്യുക, വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുക, അതിനുള്ള മെന്റാലിറ്റിയാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. നീ പറഞ്ഞ സച്ചിൻ ഉണ്ടല്ലോ, സച്ചിൻ ഈസ് എൻ എക്സലന്റ് എക്സാമ്പിൾ ഓഫ് ദാറ്റ്. ഞാൻ ക്രിക്കറ്റ് ഫാനേ അല്ല, ബട്ട് ഐ റെസ്പെക്ട് ദ വേ. അയാളുടെ ഒരു ഗ്രിറ്റ് ഉണ്ടല്ലോ, ദ വേ. എല്ലാ ദിവസവും എഴുന്നേറ്റ് ആ പ്രായത്തിൽ ഹി ഹാസ് സെലിബ്രേറ്റഡ്. എന്താ പറയുക, ആൾക്കാർ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നോ വാട്ട് എവർ ഇറ്റ് ഈസ് ഹി ഈസ് കോൾഡ് വിളിക്കുന്ന ഒരാൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് ആ വയസ്സിലും ഓൾമോസ്റ്റ് ഇപ്പം എൻ്റെ ഈ വയസ്സ് വരെ അയാൾ എന്തിട്ടുണ്ട്. എനിക്കിപ്പം ഇത്രയും മണിക്കൂർ നിന്ന് അയാളെ ചെയ്യണമെങ്കിൽ that is amazing. That's how hard work will pay off എന്നുള്ളൊരു ഗ്രിറ്റിന്റെ പുറത്ത് തന്നെയാണല്ലോ ചെയ്യുന്നത്. അവിടെ തന്നെ പ്രത്യേകിച്ചും ഈ ക്രിക്കറ്റ് ഒരു മാച്ച് സ്പോർട്സ് ഭയങ്കര നല്ലൊരു എക്സാമ്പിളാണ്. അത് പിന്നാണെങ്കിൽ പല മാച്ചിലും അടുപ്പിച്ച് ഫോം ഇല്ലാണ്ട് ഫെയിൽ ആവുമ്പോഴും പോയി ചെന്ന് അടുത്ത ദിവസം നെറ്റിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് അടുത്ത ദിവസം വീണ്ടും മാച്ചിൽ വന്ന് അന്ന് വീണ്ടും ഫെയിലായി വീണ്ടും പോയി ആ ഒരു ബ്രേക്ക് ത്രൂ ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ഈവൻ അത്ലറ്റ്സിൽ തന്നെ എത്ര പേർക്കാ പറ്റുക, സ്പോർട്സ്മാനിൽ പോലും എത്ര പേർക്കാണ്. അങ്ങനെയുള്ളവരാണ് ലെജൻസ് ആവുന്നത്. നിങ്ങൾ ഏത് ലെജൻഡിനെ എടുത്ത് നോക്കിക്കോളൂ, ദേ ഡോണ്ട് ഹാവ് ആക്ച്വലി ഫുൾ സക്സസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഇല്ല. അപ്പോൾ കുട്ടിയുടെ കാര്യത്തിലും കുട്ടികൾക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ ഒരു സ്കില്ലാണ് ഒരു ഫെയിലുവർ. അപ്പം നമ്മൾ ആ കുട്ടിയിൽ അങ്ങനെ എടുത്തു. അതെടുത്തതുകൊണ്ട് ആ കുട്ടിക്ക് ഉണ്ടായ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ഒരു ലോങ്ങർ ഗോളിനെ ലക്ഷ്യം വെച്ചിട്ട് എല്ലാ ദിവസവും പോയി പണിയെടുത്ത് അതിന് ഒരേ കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇൻറ്റൻഷൻ റൈറ്റായി വിത്ത് ദ ഹോപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് കുട്ടിക്ക് കൊടുക്കേണ്ട മോട്ടിവേഷൻ, അല്ലെങ്കിൽ കുട്ടിക്ക് ആ ഒരു സ്പേസ് റൈറ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരേ കാര്യം നമ്മൾ വീണ്ടും ഇരിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ പഠിച്ച കാര്യം വീണ്ടും എടുത്ത് വെച്ചാൽ അവൻ പഠിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് അല്ല നമ്മൾ പറയേണ്ടത്. ആൾക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള അടുത്തൊരു ടാർഗറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനപ്പോൾ നമുക്കിപ്പോൾ ആരോടെങ്കിലും ഒക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കിളിൽ തന്നെ ഇപ്പോൾ ആ ഒരു ഏരിയയിൽ ഇപ്പം മാത്തിൽ കുറച്ചുകൂടെ പഠിച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോട് ചോദിക്കുക മാത്തിൽ ഞാൻ എന്താ അപ്പോൾ അടുത്ത് അവനെ കൊണ്ട് ചെയ്യിക്കുക, ഇനി സയൻസ് ആണെങ്കിൽ അങ്ങനെ ആരാ എന്നൊക്കെയുള്ള നിങ്ങളുടെ നോളജും അതിനോടൊപ്പം കൂട്ടുക. അപ്പോഴേ നമുക്ക് കുട്ടികൾക്ക് അതുപോലെ ചലഞ്ചിങ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് ചലഞ്ചിങ് ആയിട്ടുള്ളത് അതെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ചലഞ്ചിങ് ആയിട്ടുള്ളത് ഓൺലൈൻ ഗെയിംസ് ആണെങ്കിൽ അതിൽ നിന്ന് മാറി കുട്ടികൾക്ക് അല്ലാത്ത ചലഞ്ചിങ് ആയിട്ടുള്ള ശരിക്കും അവർക്ക് ലൈഫിൽ ബെനിഫിറ്റ് ചെയ്യുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കണം, എക്സ്പോഷർ കൊടുക്കണം. അപ്പം ഇതിൽ ഞാൻ ഇപ്പൊ പഠിക്കാത്ത കുട്ടിയെ പഠിക്കുന്ന കുട്ടിയാക്കുന്ന മാജിക് എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ആ ടോപ്പിക്കിന് ഒരു എക്സ്റ്റൻഷനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഗ്രിറ്റ് ഉണ്ടാവുകയാണ്. എല്ലാ ദിവസവും പോയി ചെന്ന് വർക്ക് ചെയ്യുക. ഞാൻ ഇന്ന് ഫെയിലായി, എനിക്ക് 10ൽ 2 മാർക്കേ ഉള്ളൂ, അല്ലെങ്കിൽ 100ൽ 8 മാർക്കേ ഉള്ളൂ. ഡൂ ദാറ്റ്. അടുത്ത ദിവസം പോയിട്ട് ആ പണിയെടുക്കാനുള്ള, തിരിച്ച് വന്ന് ആ പണിയെടുക്കാനുള്ള, അതിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള എന്ത് പോസിബിലിറ്റിയാണ് കുട്ടിക്കുള്ളത്? ആ പോസിബിലിറ്റി ഉണ്ടാക്കാൻ, ആ ഒരു നേച്ചർ ഉണ്ടാക്കാൻ നമ്മൾ എന്താണ് എടുത്തത്? അതാണ് നമ്മൾ റോങ് സൈഡിൽ കൂടെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അതായത് നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാൽ ചീത്ത പറയാനും വഴക്ക് പറയാനും നിൽക്കുന്നതോടൊപ്പം ഈ സൂയിസൈഡ് അവോയ്ഡ് ചെയ്യാൻ ഫാൻ ഊരി മാറ്റുന്ന പോലെയുള്ളൂ പറയുന്നത്. നമ്മൾ ഇങ്ങറ്റത്താണ് നമ്മൾ വർക്ക് ചെയ്യണം, പക്ഷെ നമ്മൾ വർക്ക് ചെയ്യേണ്ട കുറെ കൂടെ അപ്പുറത്തെ ഒരു സ്റ്റേജിൽ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞത് നമ്മുടെ ഒരു IQ കൂടിയ കുട്ടിയിലാണ് എനിക്ക് നമ്മളെ സംബന്ധിച്ച് കൂടുതൽ പേടിയുള്ളത്. കാരണം ഹി ടേക്സ് തിങ്സ് ഫോർ ഗ്രാൻഡഡ്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ആള് വളരെ സ്പീഡിലല്ലേ കാര്യങ്ങൾ, വേഗം കാര്യങ്ങൾ സ്പീഡിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ആൾക്ക് ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം നഷ്ടമാവരുത്. അപ്പൊ അവിടെയാണ് നമ്മൾ കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തത്. അപ്പം അതേപോലെ തന്നെ നമ്മൾ ആ കുട്ടിക്കും ഈ ഡിഫിക്കൽട്ടി ഉണ്ട്. അവനെയും ഫെയിൽ ചെയ്യിപ്പിക്കാൻ, അവനും അല്ലെങ്കിൽ അവളോ ഒക്കെ അത് സക്സസ്ഫുള്ളായി പ്രോബ്ലംസ് ചെയ്ത് അല്ലെങ്കിൽ സക്സസ്ഫുള്ളായി ചെയ്ത് വരുന്നവർക്ക് അവർക്ക് തീരെ ഫെയിലിയർ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അവർ കൊടുക്കുന്നില്ല. നിങ്ങളുടെ കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റാണ്, എല്ലായിടത്തും നല്ല മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരിടത്തും ആൾക്ക് ഒന്ന് കുറയണില്ലെങ്കിൽ അവന് ചുറ്റുമുള്ള ആളുകളുടെ കപ്പാസിറ്റിയേക്കാൾ അവൻ വളരെ കൂടുതലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അല്ല അവനോ അവളോ. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനല്ല, കുറച്ചും കൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ആളെ കൊണ്ടുവരലാണ് ആവശ്യം. അപ്പൊ തന്നെ ഫെയിലിയേഴ്സ് വരും, വീണ്ടും ട്രൈ ചെയ്യേണ്ട കാര്യങ്ങൾ വരും. അപ്പൊ ആ ഒരു ഇത് നന്നായിട്ട് പോകും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഭയങ്കര ഒരു മത്സര പരീക്ഷയുടെ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ആളല്ല ഞാൻ. പക്ഷെ സ്റ്റിൽ അതിൻ്റെ ഒരു രസം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊരു നമ്മുടെ സുഹൃത്ത് പറഞ്ഞൊരു പോയിൻ്റാണ്. അതായത് നമ്മളിങ്ങനെ ഒരു 10th അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞൊരു +1 +2 ആളെ സംബന്ധിച്ച് ആളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഏതോ ഒരു സ്ട്രീമിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ ഒരു എക്സാം വരും, അയച്ചു, അല്ലെങ്കിൽ ഓൺലൈൻ എക്സാമാണ് കഴിയും. അപ്പം അവിടെയാണ് നമ്മൾ പൊട്ടണത് അറിയുന്നത്. അവിടെയാണ് ബാക്കിയുള്ള ആ ഏരിയയിലുള്ള കുട്ടികൾ മാർക്ക് സ്കോർ ചെയ്യുന്നത് അറിയുന്നത്. സ്വാഭാവികമായിട്ടും അവൻ്റെ കോളേജിലോ അവൻ്റെ സ്കൂളിലോ അവൻ ചിലപ്പോൾ ഒരു +1 +2 അവൻ ക്ലാസ് ടോപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ അവൾ ക്ലാസ് ടോപ്പർ ആയിരിക്കാം. പക്ഷേ അവർ പൊട്ടുന്നത് ഫീൽ ചെയ്യൽ ഒരു അത്യാവശ്യമാണ്. അപ്പോഴാണ് അവർക്ക് അവിടെ ഇടേണ്ട എക്സ്ട്രാ എഫേർട്ട് അവിടെ ഇടേണ്ട വരുന്നത്. അതിൽ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പോവാതെ, ലൈഫിൽ ഒരു ഫെയിലിയർ വരുമ്പോൾ ഡീമോട്ടിവേറ്റഡ് ആയി പോവാതെ അതിനെ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാനും അത് എങ്ങനെ പേരൻസ് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ചെറുതിലെ തൊട്ടേ ഫെയിലിയറിനെ നിങ്ങൾ എൻജോയ് ചെയ്യും, നിങ്ങൾ ആഘോഷിക്കൂ, ഫെയിലിയർ എൻജോയ് ചെയ്യൂ. നിങ്ങൾ ഫെയിലിയറിൻ്റെ ആളും അവർ എന്ത് ചെയ്യട്ടെ, അതിനെ പൊരുതുന്നവരും ആവട്ടെ. അപ്പോൾ നിങ്ങൾ ഫെയിലിയർ ആവുന്ന ആയല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി കണ്ടു കഴിഞ്ഞാൽ
ശരിക്കും തിരിച്ച് പല രീതിയിലൊരു ഗെയിമായിട്ട് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഈ ഇത്തവണത്തെ ഈ പ്രശ്നം നമ്മൾ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് തീർത്തത്, അല്ലെങ്കിൽ തേർഡ് അറ്റംപ്റ്റിലാണ് തീർത്തത്. നെക്സ്റ്റ് വരുമ്പോൾ ഓക്കെ, ഇത് എത്രാമത്തെ അറ്റംപ്റ്റിൽ നമുക്ക് കിട്ടും, നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ അറ്റംപ്റ്റ് എന്നുള്ളതും അവർക്ക് കൗണ്ട് ചെയ്യാനും അടുത്ത സക്സസ്സിലേക്ക് പോകാനുള്ളൊരു പാത്ത് വേ ആണല്ലോ ആവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ രീതിയിലും നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു രീതി, നമ്മൾ എങ്ങനെയാണോ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്, ആ ഒരു രീതിക്കാണ് ഒരു ഓവറോൾ ചേഞ്ച് വേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു കുട്ടിക്ക് കുറച്ച് എന്താ പറയുക, ഈ പറയുന്ന പോലത്തെ സൂപ്പറിൻ്റെ അങ്ങനെ കുറച്ചൊരു ഇതെന്ന് പറയുന്ന കുട്ടിക്ക്, അങ്ങനെ ഇല്ലാത്ത കുട്ടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആ കുട്ടിക്ക് 8th മാത്ത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഇപ്പം 9th എത്തിയപ്പോഴേക്കും ആൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇതെന്താ ഭയങ്കര ഈസി ആണല്ലോ 9th, തിരിച്ചല്ലേ പറഞ്ഞത്. ആക്ച്വലി അത് 9th പാട് കുറഞ്ഞത് കൊണ്ടല്ല, ആള് അതിനെ ഓവർകം ചെയ്യാൻ പഠിച്ചത് കൊണ്ടാണ്. ഒരു 9th എനിക്കൊന്ന് 2-3 മാസം കൊണ്ട് ആള് തീർത്തു. അപ്പം ആളെ സംബന്ധിച്ച് 8th എന്താ കുറേ സമയം എടുത്തിട്ടാണ് ആൾ തീർത്തത്. അപ്പം ആള് അവിടെ നല്ല സ്ട്രഗിൾ ചെയ്തു. പക്ഷെ അവിടെ സ്ട്രഗിൾ ചെയ്തപ്പോൾ അയാളുടെ മോട്ടിവേഷൻ പോവാതെ അയാൾ എല്ലാ ദിവസവും വീണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസം ഇരുന്ന് ആൾക്ക് തന്നെ പ്രോബ്ലം ചെയ്യാൻ പറ്റാതെ കരയും. അപ്പം ആള് വിഷമിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ കൂടുതൽ കുറ്റം പറയേണ്ട ആവശ്യം? നമ്മളപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫെയിലുവേഴ്സിനെ എൻജോയ് ചെയ്യാൻ പഠിക്കുകയും, അതിൻ്റെ അർത്ഥം ഫെയിലുവറായി തോറ്റു ഇല്ല എന്നുള്ളതല്ല. അടുത്ത ദിവസം വീണ്ടും അതേ പ്രോബ്ലത്തിൻ്റെ അടുത്ത് പോയിട്ട് പോരാട്ടം നടത്താനും ഇടിയുണ്ടാക്കാനും ഉള്ള കഴിവ് കുട്ടിക്കുണ്ടാക്കുക എന്നുള്ളതാണ് ആ റെസിലിയൻസ് ആൻഡ് പെർസിവറൻസ്. വീണ്ടും 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 ഒരു ലോങ് ടൈം ഗോളിന് വേണ്ടി വീണ്ടും 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 ഷോർട്ട് കട്ട്, അതായത് ഹാൻഡ്സ് ടു മൗത്ത് എന്ന് പറയുന്നൊരു കാര്യം പറ്റൂല. അതായത് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, അപ്പം കണ്ടവനെ അപ്പാന്ന് വിളിക്കാറുണ്ട്. അപ്പം കണ്ടൊരു കാര്യം സോൾവായി അതിലെ ഒന്നുമല്ല. നമുക്കൊരു ലോങ് ടേം ഗോളുണ്ട്. ആ ഗോളിന് വേണ്ടി ഒരു ഹാൻഡ്സ് ടു മൗത്ത് അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും പണിയെടുത്ത് അത് അച്ചീവ് ചെയ്യുന്ന ലെവലിലേക്ക് അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക. സ്വപ്നം മാത്രം പോരാ, സ്വപ്നം ഒരുപാട് പേർക്ക് സ്വപ്നം കാണും. ഇപ്പം സിനിമാ നടനാണെന്ന് ആഗ്രഹമുള്ള പിള്ളേർ കാണും, അല്ലെങ്കിൽ അത്ലറ്റ് ആവണമെന്ന് ആഗ്രഹമുള്ളവരാണ്, ക്രിക്കറ്റ് താരങ്ങളാവണമെന്നുണ്ടാവും, ആസ്ട്രോനോട്ട് ആവണം എന്ന് ആഗ്രഹം നല്ലതാണ്, ആ സ്വപ്നങ്ങൾ നല്ലതാണ്. പക്ഷെ സ്വപ്നങ്ങൾ വെച്ച് നമുക്ക് പണിയെടുക്കാൻ കഴിയണില്ല, അതിനുള്ള എഫേർട്ട് നമുക്ക് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഫെയിലായിപ്പോൾ. അവിടെയാണ് ഒരു പേരന്റിന്, ഇതൊക്കെയാണ് സത്യത്തിൽ ഒരു പേരന്റ് ഒരു കുട്ടിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അവർക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളൊരു എൻഡ് പോയിന്റിലല്ലാതെ അവരതിലേക്ക് സ്ട്രൈവ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാം, എങ്ങനെ അവരെ എക്യുപ്പ് ചെയ്യാം കൂടുതൽ റെസിലിയന്റ് ആവാൻ എന്നുള്ളതായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഒരു പേരന്റ് അത് ഫോക്കസ് ചെയ്താൽ തന്നെ എല്ലാ വാക്സ് ഓഫ് ലൈഫിലും അവർക്ക് സക്സസ് ഉണ്ടാവും. ജസ്റ്റ് സ്റ്റഡീസിൽ മാത്രമല്ല. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇത് അടുത്തൊരു വർക്ക് പ്ലേസിൽ പോകുമ്പോൾ ബെനിഫിഷ്യൽ ആവും. ഇനി ഈവൻ ഒരു ഫിനാൻഷ്യൽ മാറ്റർ വരുമ്പോൾ അവിടെയും ഇപ്പം സേവ് ചെയ്ത് വെച്ച് പതുക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക, കുറേ രീതിയിൽ അവർക്ക് ശരിക്കും ഒരു ലോങ് ടേം ഗോളിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ള അവരുടെ ഒരു സ്വഭാവത്തെ ഡെവലപ്പ് ചെയ്ത് വരാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സോ ഐ തിങ്ക് ഗ്രിറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ്. IQ അല്ല, ഗ്രിറ്റാണ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ഗ്രിറ്റ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാ ദിവസവും പരാജയപ്പെട്ടാലോ വിജയിച്ചാലോ എന്നാലും രാവിലെ എഴുന്നേറ്റ് പോയി പണിയെടുക്കുക എന്ന് പറയുന്നൊരു സാധനമാണ് ഗ്രിറ്റ്. പുതിയൊരു സാധനം കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് ചാടുകയാണ് എന്ന് പറഞ്ഞ് ചാടുന്നതല്ല, എല്ലാ ദിവസവും വീണ്ടും 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 പോയി ചാടുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്, ഒരു എൻഡ് നോട്ട് എന്നുള്ളത്, ആക്ച്വലി എൻ നോട്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ എൻ നോട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ, നെവർ തിങ്ക് ഈ ഒരു സ്വഭാവത്തിന് ജീൻ എന്തെങ്കിലും പാർട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു ഐഡന്റിഫൈഡ് ഒരു ജീനും ഇല്ല ഒരാൾ ഗ്രിട്ട് ആവാൻ. അവർക്ക് ചുറ്റും ഉണ്ടാക്കുന്ന എൻവിയോൺമെന്റ് ആണ്, ആ എൻവിയോൺമെന്റ് ആണ് അവരെ ബിൽഡ് ചെയ്യുന്നത്. അപ്പം ബീങ് എ പേരന്റ്, എനിക്ക് തോന്നുന്നു നമ്മളെ കൂടുതൽ കേൾക്കുന്ന പേരൻസും ടീച്ചേഴ്സും ആണ്. ബീങ് എ പേരന്റ് ഓർ ടീച്ചർ, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ നിങ്ങളെന്നല്ല പറയുന്നത്, നമ്മൾ ഒരുമിച്ചാണ് ഈ യാത്രയിലുള്ളത്. അപ്പം പിന്നെ ഞാനൊരു പേരൻ്റാണ്, ഫണ്ടമെൻ്റലി ഞാനൊരു പേരൻ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്തിരുന്ന് കഥ പറയുന്ന ആൾ. അപ്പം നമ്മൾ ഉണ്ടാക്കേണ്ട സാധനമാണ്, നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കേണ്ട സാധനമാണ് ഈ ഗ്രിറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ തിങ് വിച്ച് വിൽ ടേക്ക് യുവർ കിഡ് ടു. അപ്പോൾ ആ ഒരു നോട്ടിൽ നമുക്ക് എൻഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ഒരു സെൽഫ് ചെക്കായിട്ട് നിങ്ങൾ നോക്കിക്കോളൂ, എത്രത്തോളം ഒരു ക്ഷമ കുട്ടികളിൽ വരാനും കൂടുതൽ ട്രൈ ചെയ്യാനും ഒരേ കാര്യം ട്രൈ ചെയ്യാനും നമ്മൾ എത്രത്തോളം സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ഗെയിംസും ഓൺലൈനിലുള്ള ഇപ്പോൾ റീൽസ് സ്ക്രോൾ ചെയ്യുന്നതും ഒക്കെ കുട്ടീനെ മറ്റൊരു ആംഗിളിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്, പുതിയ കാര്യത്തിലേക്ക് ചാടി പോവുക എന്നുള്ളത്. അപ്പോൾ അതല്ലാതെ നമുക്ക് ഈ ഒരു കാര്യം ഫോക്കസ് ചെയ്യാം. ആദ്യം ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് സെൽഫ് ആസ് പേരൻസ് അല്ലേ? ഓക്കെ, എന്നാൽ മറ്റൊരു വീഡിയോ കാണാം. ബൈ.